ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് കിൽ. ഹിന്ദി ഫിലിമാണ്. റൈറ്റർ ഡയറക്ടർ നിഖിൽ നാഗേഷ് ഭട്ട്. കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ്. വയലൻസ് ആണ് പരിപാടി. ഗോറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം, മാറ്റിമറന്ന് കാണാനുള്ള പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അത്തരം സിനിമകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടാവും മറ്റു ഭാഷകളിൽ. ഇപ്പോൾ കൊറിയനായി കഴിഞ്ഞാലും പൈസോദരവുകളൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷെ അതിലുള്ള പോലെയല്ല ഇത്. ഒരു കമാൻഡോ, ഇദ്ദേഹത്തിൻ്റെ പേര്, നടൻ്റെ പേര് ലാക്ഷ് ലാൽവാനി, ലക്ഷ്യ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ഒരു സിറ്റുവേഷനിൽ പെടുകയാണ്. അമൃത് എന്ന് പറയുന്ന ഒരു കമാൻഡോ ട്രെയിനകത്ത് സിറ്റുവേഷനിൽ പെടുകയാണ്. അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഫൈറ്റാണ്. ടോണി ജയുടെ പടത്തിൽ കാണുമ്പോൾ മാർഷ്യൽ ആർട്ട് ഡിസ്പ്ലേ അങ്ങനത്തെ പരിപാടിയല്ല. നല്ലോണം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഇരട്ടിക്ക് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്ത്, വെട്ട്, ചതയ്ക്കൽ, കുത്തി കീറൽ, തീപിടുത്തം, പരിപാടി ഒന്നും പറയണ്ട. അതായത് ഇത്തരം ഗോർ പരിപാടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ രസിച്ച് കണ്ടിരിക്കാം. തിയേറ്ററിൽ ഒരു പോസ്റ്റ് ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയലൻസ് കണ്ട് ആൾക്കാരിങ്ങനെ കൈയടിക്കുക. അപ്പോൾ അത്തരം ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനൂടെ കാണുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ആ ബ്ലഡൊക്കെ ഇങ്ങനെ തെറിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരും. ബ്ലഡിനെ മാത്രമല്ല, ഒടിക്കൽ, മൊത്തം പരിപാടി. ഇത് മൊത്തം നടക്കുന്നത് ഒരു ട്രെയിനകത്താണുള്ളതാണ്. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മളെ കൺവിൻസ് ചെയ്യണം. ഇത്രയും സമയം, ഒരുപാട് സമയമില്ല, 1.25 മണിക്കൂർ സിനിമയുള്ളൂ. പക്ഷേ ഈ 1.25 മണിക്കൂർ വയലൻസ് ഇപ്പോൾ റെയ്ഡിലൊക്കെ പോലെ ബിഗിനിങ് മുതൽ തന്നെ വയലൻസ് പടത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുവാണ്. അല്ലാതെ ബിൽഡപ്പും കാര്യങ്ങളൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് സമയം ഈ നായകൻ്റെയും നായികയുടെയും ഒരു റിലേഷൻഷിപ്പ് കാണിക്കുകയും പിന്നെ ഉടനെ തന്നെ ട്രെയിനിൽ കയറി പരിപാടിയാണ്. ഇതിങ്ങനെ ചക ഇൻ്റർവെല്ല് വരെയൊക്കെ ഒരു മയത്തിലേ പോയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. കണ്ട് പരമാനന്ദം. ബ്ലഡും വയലൻസും ഇങ്ങനെ സ്ലോട്ടർ ചെയ്യുന്ന കണ്ട് ഒരു അഡ്രിനാലിൻ റഷ് വരെ വരും. അങ്ങനത്തെ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് കിടുപടം. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രത്തിനും ഒരു പ്രയോറിറ്റി ഇല്ല, എക്സെപ്റ്റ് നായക കഥാപാത്രം അമൃത്, ലക്ഷ്യ ചെയ്ത കമാൻഡോ. ബാക്കി ആരും ഏത് നിമിഷവും കൊല്ലപ്പെടാം. അത് ആരെ കഴിഞ്ഞാലും ശരി, കുട്ടികളായി കഴിഞ്ഞാലും ശരി, പ്രായമുള്ള ആൾക്കാരെ കഴിഞ്ഞാലും ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമായി കഴിഞ്ഞാലും ശരി, നായികയായി കഴിഞ്ഞാലും ശരി. അതുകൊണ്ടാണ് ആ ഒരു ടെമ്പറമെൻ്റ് പടത്തിൽ ഉടനീളം എപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ള അവസ്ഥയാണ്. ലക്ഷ്യ ചെയ്ത നായക കഥാപാത്രം കഴിഞ്ഞാൽ ഞെട്ടിച്ചത് രാഘവ് ജ്വാല ചെയ്തിട്ടുള്ള വില്ലൻ കഥാപാത്രമാണ്. പുള്ളി ബേസിക്കലി കൊറിയോഗ്രാഫറാണ്, ഡാൻസറാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഈ ഒരു കഥാപാത്രമായിട്ട് സ്ക്രീനിലേക്ക് വന്നപ്പോൾ അന്യായ മുതൽ, അതായത് ഒരു ചൊറിയൻ സാധനം, അതോടൊപ്പം നമുക്ക് അത്ര ഇറിറ്റേഷനും വെറുപ്പും ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ട കഥാപാത്രം, അത്രയും വൃത്തികെട്ട രീതിയിൽ, അതായത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് രാഘവ് ജ്വാല ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നായകൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും കൊലീഗായിട്ടുള്ള മറ്റൊരു കമാൻഡോ അഭിഷേക് ചൗഹാൻ ചെയ്ത കഥാപാത്രം കിടുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മീശയൊക്കെ നല്ല അടിപൊളി അന്യ. കൂടാതെ താനിയ ചെയ്ത നായിക കഥാപാത്രം, പിന്നെ നമ്മുടെ ആശിഷ് വിദ്യാർത്ഥി, പുള്ളിയുടെ റേഞ്ച് അറിയാലോ. പിന്നെ ഒരു ലോഡ് ടാക്കൂസും കൊള്ളക്കാരും, ഒരു ലോഡ്. അത് പല ഫിസിക്കുള്ള, പല രൂപത്തിലുള്ള പല ആൾക്കാരുണ്ട്. ഇവരെ ഓരോ ആളുകളെ കൊല്ലുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാവ്. ഒരുത്തന്നെ തലയടിച്ച് ചമ്മന്തിയാക്കി പറഞ്ഞാൽ ലിറ്ററലി ചമ്മന്തിയാക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കയ്യടി. അതാണ് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആ പടത്തിൻ്റെ ജോൺറെ അറിഞ്ഞ് കാണാൻ വന്നാലുള്ള സുഖം അതാണ്. ഇതല്ലാതെ വഴിതെറ്റി ബസ്സിന് നേരം വൈകിട്ട് അല്ലെങ്കിൽ ട്രെയിൻ കിട്ടാതാകുമ്പോഴൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇതെന്തുമായിരിക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ട് വയലൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഒരു യാതൊരു കാരണവശാലും ഇത് കാണണ്ട, കുടുംബീകരമാണ് പരിപാടി. മറ്റൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ കൊള്ളക്കാർ, ഈ ടാക്കൂസ് എല്ലാവരും തന്നെ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആൾക്കാരാണ്. കൂടുതൽ ഒരുത്തൻ ചത്ത് കഴിഞ്ഞാൽ അവൻ ചത്ത്, അങ്ങനെയാണല്ലോ സാധാരണ സിനിമയിൽ. ഇതങ്ങനെയല്ല. ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് മറ്റേ ഇമോഷണൽ ആവുന്നു, ആ ബോണ്ടിങ് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടും ഭീകരമാണെങ്കിലും ഇങ്ങനെ ഇളിയുന്ന കരയുന്ന കുറേ ഭീകരമായിട്ടുള്ള കൊള്ളക്കാർ. അപ്പോൾ ആ ഒരു ഇമോഷൻ കൂടെ ഇതിനകത്തൂടെ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരെ കൊല്ലുമ്പോഴും കിട്ടുന്ന, നായകൻ കൊല്ലുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് പ്രേക്ഷകന് നല്ല രീതിക്ക് വരും. അങ്ങനെ ഒരു സെറ്റ് സാധനം. അതായത് വയലൻസ് കാണാൻ പോയി, ആ വയലൻസ് അതിൻ്റെ പീക്കിൽ കാണാൻ പറ്റി. ക്ലൈമാക്സിൽ എനിക്ക് ഒന്നുകൂടെ ഒന്ന് വേണമായിരുന്നു, അപ്പക്കലിപ്റ്റിലുള്ള പോലെ ഒന്ന് കുത്തി ഹാർട്ടൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഇങ്ങനെ പറപ്പിക്കണമായിരുന്നു. പക്ഷേ സ്റ്റിൽ പടം കിടുവാണ്. അതായത് ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോഴും
ഓരോ ആൾക്കാരെ കൊന്ന് വന്ന് ലാസ്റ്റിൽ ആടെ കൊല്ലുമ്പോഴേ അതിൻ്റെയൊക്കെ ഒരു എപ്പിറ്റമി ആയിട്ട് മാറണ്ടേ, അത് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ വെൽ സാറ്റിസ്ഫൈഡ്. തരിച്ചിട്ട് പാടില്ല.